സിനിമാ മേഖലയിൽ നിന്ന് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇപ്പോൾ ആസിഫ് അലി നായകനായിട്ടുള്ള രേഖാചിത്രം എന്ന സിനിമ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ ചർച്ചയാണ്. സിനിമയിലെ ഡീറ്റെയിലിങ്ങിനും AI വേർഷനുമെല്ലാം നിറകയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ AI വേർഷൻ ആയിരുന്നു പ്രേക്ഷകരെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. മമ്മൂട്ടിയുടെ ബോഡി ഡബിളായി വേഷം ഇട്ടത് പെരുമ്പാവൂർകാരൻ ട്വിങ്കിൾ സൂര്യയാണ്. അദ്ദേഹം ന്യൂസ് 18നോട് വിശേഷങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. രേഖാചിത്രം കണ്ടവരാരും മമ്മൂട്ടി ചേട്ടനെ മറക്കാനിടയില്ല. മമ്മൂട്ടിയുടെ പഴയ കാലം അത് AI ആയിരുന്നു എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. പക്ഷേ ഈ അടുത്തിടയ്ക്കാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആ രഹസ്യം പുറത്തുവിട്ടത്. മമ്മൂട്ടിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച ട്വിങ്കിൾ സൂര്യ എന്ന ഒരു നടനെ കുറിച്ച്. ഇപ്പോൾ നമ്മളോടൊപ്പം ട്വിങ്കിൾ സൂര്യ തന്നെയുണ്ട്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. പെരുമ്പാവൂർ സ്വദേശിയാണ്, എറണാകുളംകാരൻ തന്നെയാണ്. ശരിക്കും ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു കേട്ടോ. ആ സിനിമ ഒരു AI ആണ്, മമ്മൂട്ടിയുടെ പഴയകാലം AI ആണെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷെ ഇതിനിടയ്ക്കാണ് അറിയുന്നത് അത് മമ്മൂട്ടിയുടെ മുഖം മാത്രമാണ് AI ആക്കിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ കഥാപാത്രമായി വന്നത് ട്വിങ്കിൾ സൂര്യയാണെന്ന്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? ഞാനിത് ഇൻസ്റ്റാഗ്രാം വീഡിയോസ് വഴിയാണ് വന്നത്, സിനിമയിലേക്ക് വന്നത്. ഇൻസ്റ്റാഗ്രാം വീഡിയോസ് നമ്മുടെ സുഹൃത്ത് വഴി മറ്റേ ജോഫി സാർ അറിയും, അങ്ങനെ വിളിച്ച് സിനിമയിലേക്ക് വരികയത്. ഈ മമ്മൂട്ടിനെ പോലെ ഉണ്ടെന്നത് റീൽസ് മാത്രം കണ്ടിട്ടാണോ ആൾക്കാര് ഇങ്ങനെ? അതെ, റീൽസിന് മാത്രമേ ഞാൻ അങ്ങനെ ഒരു ഇതിലുള്ളൂ. കാരണം ഞാൻ റിയൽ ലൈഫിലൊന്നും അങ്ങനെയൊന്നും കൊണ്ടുനടക്കാറില്ല. പിന്നെ മുടിയൊക്കെ നമ്മൾ ചെറുതിലെ തൊട്ട് ഇങ്ങനെ തന്നെ ചെയ്താറ്. അതിലൊരു വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഇതുവരെയും ആരോട് പറഞ്ഞിട്ടില്ല. പുറത്തിറങ്ങി നടക്കുമ്പോൾ നിങ്ങൾ മമ്മൂക്ക പോലെ ഉണ്ട്, മമ്മൂട്ടി സാറ് പോലെ ഉണ്ടെന്ന് ആരും എടുത്ത് പറഞ്ഞിട്ടില്ല. അത് റീൽസിന് മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഈ സിനിമയിലേക്ക് അവസരം വന്നപ്പോൾ പറഞ്ഞിരുന്നില്ലേ മമ്മൂട്ടിയുടെ ഒരു ചെറുപ്പകാലമായിട്ട് അഭിനയിക്കാനാണ്? ആ സമയത്ത് എന്തായിരുന്നു തോന്നിയത്? ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം ഞാൻ അത് അത്ഭുതത്തോടു കൂടി തന്നെയല്ല, പേടിയായിരുന്നു ശരിക്കും. ആദ്യം ഇത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഈ സ്റ്റേജ് ഷോകളും കാര്യങ്ങളൊന്നും ഞാൻ പൊതുവെ ചെയ്യാറില്ല. കാരണം എന്റെ ശരീരം അത്ര ആപ്റ്റ് ആയിരുന്നില്ല. കാരണം അദ്ദേഹത്തെ പോലെ നടക്കാനോ അദ്ദേഹത്തെ പോലത്തെ ഒരു ശരീരം ഉള്ള ഒരാളായിരുന്നില്ല ഞാൻ. പിന്നെ അതുകൊണ്ട് തന്നെ നല്ല പേടിയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഇത് കണ്ടപ്പോൾ. ഇത് എന്നെ വിളിച്ചപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? ഈ നടത്തത്തിലും ആ കൈവെക്കുന്നതിലും എല്ലാത്തിലും ഒക്കെ ഒരു മമ്മൂട്ടി ടച്ച് വേണമല്ലോ. അതെ, തീർച്ചയായും. അപ്പൊ ഞാനതിനകത്ത് ഒരുപാട് ചെയ്തത് ചില വണ്ണം കുറച്ച്. ശരിക്കും അത് 10-90 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ഞാനായിരുന്നു. ശരിക്കും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ വണ്ണം കുറച്ച് ഒരു 10-30 ദിവസം കൊണ്ട് വണ്ണം കുറച്ചിട്ടാണ് ഈ ആയത്. ഇപ്പൊ ഇച്ചിരി വണ്ണം കൂടിയിട്ടോ. അന്നേരം ആ ഒരു സമയത്ത് നല്ല വണ്ണം കുറച്ച് 78 കിലോ 80 കിലോ എടുത്ത് വണ്ണം കുറച്ച്. അങ്ങനെ കുറച്ചാണ് ഞാൻ ഇതിനകത്തേക്ക്. നല്ലൊരു ഡെഡിക്കേഷൻ ഉണ്ട്. ശരിക്കും കഠിന പ്രയത്നത്തിൽ തന്നെയാണ് ഞാൻ. അത്രയും വലിയൊരു മഹാനടൻ നമ്മൾ ചെയ്യുമ്പോൾ കുറേയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഓടിച്ചെന്ന് ചെയ്ത ഒരു സംഭവമല്ല. കുറെ നാൾ അതിനെ ട്രെയിൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇത് വേറെ എന്തൊക്കെ പ്രിപ്പറേഷൻ? പഴയ സിനിമകളൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ? പഴയ സിനിമകളല്ല കൂടുതൽ കണ്ടേക്കുന്നത്. പഴയ അദ്ദേഹം ചെയ്തേക്കുന്ന കുറെ ഇന്റർവ്യൂസ് വീഡിയോകളുണ്ടായിരുന്നു. ആ വീഡിയോസാണ് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇതിനകത്ത് സിനിമയ്ക്കകത്ത് നടക്കുന്ന ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണല്ലോ നമ്മൾ ഈ സിനിമ കാണിക്കുന്നത്. അതിന്റെ പിന്നാമ്പുറത്ത് അപ്പൊ മമ്മൂട്ടി സാർ അത് എന്തൊക്കെ ചെയ്യുന്നു, അത് റിയൽ ലൈഫിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റിയൽ ആയിട്ടുള്ള വീഡിയോസുകൾ അന്നത്തെ കാലത്തുള്ള ഡി ഡി ഫണ്ടിലൊക്കെ വന്നുകൊണ്ടിരുന്ന അന്നത്തെ കാലത്തുള്ള ആ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പിങ്ങൾ കണ്ടിട്ട് അദ്ദേഹം നടക്കുന്ന പോലെയും അദ്ദേഹത്തിന്റെ ഓരോ ചേഷ്ടകൾ അങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇതിനുശേഷം മമ്മൂട്ടിയെ കാണാൻ പറ്റിയോ? സാറിന് ഞാൻ എപ്പോഴും കാണുന്നതാണ്. സാറ് ഞാൻ എപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പം ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോ ആദ്യം വിഷമം വന്നിരുന്നോ? എന്റെ മുഖം ആൾക്കാർ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അത് ആദ്യം കണ്ടപ്പോ വിഷമമല്ല തോന്നുന്നു. ആദ്യം ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. കാരണം വെച്ചാല് ഞാനും അദ്ദേഹത്തെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ശരിക്കും ഒരു പ്രേക്ഷകനാണ്. അത് നമ്മളെ കൊണ്ട് അങ്ങനെ സാധിക്കുമല്ലോ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ആ പേടിയായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞ സിനിമ കാണുമ്പോൾ. പക്ഷെ വന്ന് കണ്ടു ഇപ്പം വലിയ കുഴപ്പമുണ്ടായില്ല. കാരണം ആൾക്കാരെ ഭയങ്കര കാർച്ചയും കൂവിച്ചും ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു സക്സസ് ആയി അന്നേ തോന്നിയിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ട്വിങ്കിൾ സൂര്യ ആണെന്ന് ഇതിനുശേഷം ആളുകൾ തിരിച്ചറിഞ്ഞു. അതായത് ഈ അടുത്ത കാലത്താണ് ട്വിങ്കിൾ സൂര്യനെ ഇൻസ്റ്റഗ്രാമിലൂടെ ആളുകൾ തപ്പാൻ തുടങ്ങിയതും ഇതുപോലെ ഇന്റർവ്യൂവിനൊക്കെ ആളുകൾ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ ഉള്ള റെസ്പോൺസ് എങ്ങനെയാണ്? എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഇപ്പൊ തന്നെ ഡിലേറ്റ് സെൽഫി എടുക്കാൻ വേണ്ടി വന്നത് ഇത് തന്നെയാണ് ഇപ്പൊ എല്ലായിടത്തും. ഞാൻ ഇന്നലെ ഹോട്ടലിൽ കയറുമ്പോഴായാലും അവിടെയൊക്കെ എല്ലാ ആൾക്കാർക്കും തന്നെ അറിയാം. കാരണം വെച്ചാൽ അത് അദ്ദേഹത്തോടുള്ള ആ ഒരു ആരാധന തന്നെയാണ് ഇപ്പോഴും നമ്മളോടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അനുകരിക്കുന്നു. അപ്പൊ ആ ഒരു ഇത് കാണാൻ വേണ്ടി ഇപ്പൊ അതായത് ആ ഒരു പഴയ കാലഘട്ടം ഒന്നുകൂടെ കാണാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നു. ഈ